ഇന്ന് നമ്മൾ ചെയ്യാൻ പഠിക്കുന്നത് ഈ ഒരു ഡിസൈനാണ്. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ തൊടിയിലൊക്കെ ഇഷ്ടം പോലെ കാണുന്ന തൊട്ടാവാടിയാണ് കേട്ടോ. ഈ വർഷത്തെ ഓണത്തിന് നമ്മുടെ കേരള സാരിയിൽ ഡിസൈൻ ചെയ്യുമ്പോൾ തൊട്ടാവാടി വളരെ ട്രെൻഡി ആയിട്ട് ഓടുന്നൊരു ഡിസൈനാണ് കേട്ടോ. കഴിഞ്ഞ 2-3 വർഷം അത് മുക്കുറ്റിയാണെങ്കിൽ ഇപ്രാവശ്യത്തേക്ക് തൊട്ടാവാടിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങളുടെ സാരിയിലേക്ക് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കാം. എല്ലാവരെയും ഇലാര ഫാഷൻ സ്കൂളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടാവാടി ഡിസൈൻ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡിസൈൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മുടെ മുക്കുറ്റി ചെയ്ത സമയത്ത് കമൻറ്റ് ബോക്സിൽ വന്നായിരുന്നു ഇത് മുക്കുറ്റിയല്ല 10 മണിപ്പൂ പോലെ ഉണ്ടെന്ന്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ആ റിസ്ക് എടുത്തില്ല. ഞാൻ എന്ത് ചെയ്തു, നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അത് മൊബൈൽ ആപ്പ് വഴി ഇതുപോലത്തെ ഒരു A4 ഷീറ്റിലേക്ക് ട്രേസ് ചെയ്തു. എന്നിട്ട് അത് വെച്ചിട്ട് ഇതിലേക്ക് ട്രേസ് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ലീഫാണേ. ലീഫ് നിങ്ങൾ കാണുന്നുണ്ടാവും, വലുതും സെൻറ്റർ ഈ ഭാഗത്ത് വലുതും ഇവിടെ ചെറുതുമായിട്ടാണ് വരുന്നത്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മെത്തേഡല്ല ഇതിന് യൂസ് ചെയ്യുന്നത്. ലീഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് ഡിസൈൻ പ്രാക്ടീസിനകത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു റൈസ് എന്നുള്ളൊരു സ്റ്റിച്ചിനെ പറ്റിയിട്ട്. സോ നമ്മൾ ആ റൈസ് സ്റ്റിച്ചാണ് ഈ ലീഫിലേക്ക് ഇടാൻ പോകുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ ത്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് വിസ്കോസ് റയോൺ സിൽക്ക് ത്രെഡാണ് കേട്ടോ. ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് തൊട്ടാവാടിയുടെ ലീഫ് ആദ്യം ചെയ്യാം. ഈ ഒരു ലീഫ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൈസ് സ്റ്റിച്ചാണ് ഇടുന്നത്. അത് സിംഗിൾ ആയിട്ടാണ് ആ സ്റ്റിച്ച് ഇടുന്നത് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് പോവില്ല. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് സ്റ്റിച്ച് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്ന് സിംഗിളായിട്ട് ഇങ്ങനെ ഫ്രെയിം മൂവ് ചെയ്തിട്ട് നോക്കണം കേട്ടോ. എന്നിട്ട് ഡിസൈൻ്റെ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വരുന്നത് പോലെ വെച്ചിട്ട് ഇതേ പൊസിഷൻ ഇപ്പോൾ കറക്റ്റായിട്ട് പൊസിഷൻ കറക്റ്റായിരിക്കും. എന്നിട്ട് ഇതേ സ്ഥലത്ത് തന്നെ ഇതേ സ്റ്റിച്ച് ലെങ്ത്തിൽ തന്നെ മാറ്റാണ്ട് ഒരു 3-4 സ്റ്റിച്ച് അടുപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കാണിച്ചു തരാം. ഇതാണ് ഒരു റൈസ് സ്റ്റിച്ച് കേട്ടോ. അതുപോലെ ഈ ഓരോ ലൈനിലും സ്റ്റിച്ച് ഇടുക. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ തൊട്ടാവാടിയുടെ ലീഫ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഓരോന്നും റൈസ് സ്റ്റിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റൈസ് സ്റ്റിച്ചിട്ടിട്ടാണ് തൊട്ടാവാടിയുടെ ഓരോ ലീഫും നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മളിത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ തൊട്ടാവാടിയുടെ ഒരു ലീഫ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്ത് ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ഒരു 1-ലിട്ടിട്ടാണ് സ്റ്റിച്ച് കൊടുത്തേക്കുന്നത്. വളരെ നേർത്ത സ്റ്റിച്ചാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയൊരു കൊമ്പ് പോലെ ഉണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ലീഫും കംപ്ലീറ്റ് ചെയ്യുക. then ഇവിടെ കൊടുത്തേക്കുന്ന കുഞ്ഞു റൗണ്ടില്ലേ, അത് ഇതിൻ്റെ ആ മൊട്ടാണ് കേട്ടോ. ആ മൊട്ടും ഇതേപോലെ തന്നെ ഗ്രീൻ കളറിൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ സ്റ്റെമ്മും കൂടെ ചെയ്തിട്ട് കാണിച്ചു തരാം. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലീഫുകളും സ്റ്റെമ്മുമായി പിന്നെ ഫ്ലവറാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം.
ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നടുക്കത്തെ പോർഷനിൽ എത്തുമ്പോൾ നമ്മൾ സ്റ്റിച്ച് മാക്സിമം ലെങ്ത്തിനേക്കാളും കുറച്ചും കൂടെ ചിലപ്പോൾ നമ്മൾ ലെങ്ത്ത് നീട്ടിയിട്ടായിരിക്കും വരച്ചിട്ടുണ്ടാവുക. അന്നേരം ഫ്രെയിം ഒന്ന് ഇങ്ങനെ വലിച്ചിട്ട് ആ സ്റ്റിച്ചിലേക്ക് എത്തുന്നത് പോലെ ആക്കിയിട്ട് വേണം സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വേറെയൊന്നും ഇങ്ങനെ ഈ ഒരു ലീഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനില്ല, ഇത്രയേ ചെയ്യാനുള്ളൂ, ഇത്രയേ ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ. ഇനി ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ലീഫുകൾ രണ്ടും ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സ്റ്റെമ്മ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നേരെ ഇവിടെ ചെന്ന് ഈ ഇത് റൗണ്ടിലിട്ടിട്ട്, അതായത് മുട്ടുകൾ ഇട്ടതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് സ്റ്റെം എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാ നമ്മുടെ തൊട്ടാവാടിയുടെ ഇലകൾ, അതിൻ്റെ സ്റ്റെമ്മ്, അതിൻ്റെ മുട്ട്, ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടാവാടിയുടെ പൂവിന് വേണ്ടിയിട്ട് ഇതാ ഈ 2 കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പിങ്കാണ് ഞാൻ സെൻറ്ററിൽ കൊടുക്കുന്നത്, ഈ ലൈറ്റ് പിങ്കാണ് ഇതിൻ്റെ ചുറ്റും വരയ്ക്കാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ ചില പിക്ചേഴ്സിനകത്ത് സെൻറ്ററിൽ യെല്ലോ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പിക്ചർ നോക്കിയിട്ട് ഏതാ കളർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്ന വളരെ ലൈറ്റ് പിങ്കാണ്. ക്യാമറയിൽ നോക്കുമ്പോൾ എൻ്റെ മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് വൈറ്റ് കളറായിട്ടാണ് തോന്നുന്നത് കേട്ടോ. ബേബി പിങ്കാണ് ആക്ച്വലി കളറ്. നമ്മൾ 2 ഭാഗത്തും പിങ്ക് കളർ സെൻറ്റർ പോർഷൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഇങ്ങനെ ആ ലൈനിനനുസരിച്ച് ഇങ്ങനെ ചുമ്മാ 0-യിൽ ഇട്ടിട്ട് നമ്മൾ സാധാരണ സ്റ്റിച്ചില്ലേ ആ സ്റ്റിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ പിങ്ക് വെച്ചിട്ട് ഈ ഇട്ട് കൊടുത്തതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒരു യെല്ലോ വെച്ചിട്ടും കൂടെ ഇടുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു ഭംഗിക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ത്രെഡാണ്, അത് വൈറ്റും യെല്ലോയും കളറും മിക്സ് ആയിട്ടുള്ള ഡബിൾ ഷെയ്ഡായിട്ടുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് കാണുമ്പോൾ അങ്ങനെ കുറച്ചും കൂടെ ഒരു ഭംഗി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാത്രവും യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സെൻറ്ററിൽ ആദ്യം ഇട്ട ആ പിങ്കിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ഇടണം കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ടേ അതിൻ്റെ ഉള്ളിൽ കാണുക, ഈ ഒരു പിങ്ക് പുറത്തേക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോഴേ ശരിക്കും ആ തൊട്ടാവാടിയുടെ ആ പൂവിൻ്റെ ആ ഒരു ഭംഗി, ആ പൂവ് പോലെ തോന്നുള്ളൂ കേട്ടോ. നമ്മുടെ തൊട്ടാവാടി ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ വളരെ സിമ്പിളായിട്ട് തോന്നും ചെയ്യുമ്പോൾ, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ലീഫ് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. ആ ഒരു സ്റ്റിച്ച് റെഡിയായി കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഫ്ലവർ ചെയ്തതിനകത്ത് ഇതിനകത്ത് ലൈറ്റ് പിങ്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഞാൻ ലൈറ്റ് പിങ്കും യെല്ലോയും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഡബിൾ ഷെയ്ഡ് വരുന്നതായിരിക്കും ഭംഗി, എനിക്കതാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏതാണോ ഏത് സിംഗിൾ കളറായിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഡബിൾ കളറായിട്ടാണോ ഏതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കാണാൻ നമ്മുടെ തൊട്ടാവാടി പോലെ തന്നെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടമായെങ്കിൽ അറിയിക്കുക. നിങ്ങളുടെ കമൻസ് വിലയേറിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാം എനിക്ക് കമൻ്റായിട്ട് ഇടുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, ഞാനത് മാക്സിമം ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കുക. ഡൗട്ടാണെങ്കിലും നിങ്ങളുടെ കമൻസും എന്താണെങ്കിലും എന്നെ അറിയിക്കുക.
പിന്നെ നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസ് കൂടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ അടുത്ത ഇതുപോലെ ഓണത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനും കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.